മാർച്ച് 8 ലോകം മുഴുവൻ ഈ ദിവസം വുമൻസ് ഡേ ആഘോഷിക്കുമ്പോൾ വർഷത്തിൽ 365 ദിവസവും 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും വുമൻസ് ഡേ ആഘോഷിക്കുന്ന ഒരു ഇടം ഈ ലോകത്തുണ്ട്. കുറച്ച് ദൂരെയാണ്, മക്കയാണ്. ബൈബിളിൽ പറയുന്ന ബക്ക എന്ന് പറയുന്ന നഗരത്തിൽ ലോകത്തിലെ വിശ്വാസികളായ എല്ലാ പുരുഷന്മാരെയും സമ്പത്തിൻ്റെയോ സമ്പാദ്യത്തിൻ്റെയോ പണത്തിൻ്റെയോ പ്രശസ്തിയുടെയോ പ്രായത്തിൻ്റെയോ ഭേദവ്യത്യാസമില്ലാതെ ഓട്ടിപ്പിക്കുന്ന ഒരു ഇടമുണ്ട്. സഫയുടെയും മർവയുടെയും പർവ്വതങ്ങൾക്കിടയിലൂടെ ദൈവം ഓടിപ്പിക്കുന്ന ഒരു ഇടമുണ്ട്. സഫ മർവ പർവ്വതങ്ങളുടെ ഇടയിലെ ആ സ്ഥലത്ത് ലോകത്തുള്ള എല്ലാ പുരുഷന്മാരെയും ദൈവം ഓട്ടിപ്പിക്കുന്നുണ്ട്. എന്തിനെന്നറിയോ? 3000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ, ഒരു ഉമ്മ, ഹാജിറ എന്ന കറുത്ത വർഗക്കാരിയായ അടിമയായ ഒറ്റപ്പെട്ട ഒരു ഉമ്മ വിശന്നു വലഞ്ഞ തൻ്റെ കുഞ്ഞു മകന് വെള്ളം തേടി ഓടിയ ഒരു ഇടമുണ്ടായിരുന്നു സഫയുടെയും മർവയുടെയും പർവ്വതത്തിനിടയിൽ. ആ ഇടത്ത് കഴിഞ്ഞ 1400 വർഷങ്ങളായി ആ ഉമ്മയെ ബഹുമാനിക്കാനായി, ആ സ്ത്രീയെ ബഹുമാനിക്കാനായി വിശ്വാസികളായ എല്ലാ പുരുഷന്മാരെയും ദൈവമിട്ട് ഒട്ടിക്കുകയാണ്. സഫയുടെയും മർവയുടെയും ഇടയിൽ മനുഷ്യന്മാരായ പുരുഷന്മാരെല്ലാം ഓടുകയാണ് ഒരു സ്ത്രീയെ ബഹുമാനിക്കാൻ. 1400 വർഷങ്ങളായിട്ട് നിരന്തരമായി 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും പുരുഷന്മാരെ ഓട്ടിക്കുന്നത് ആ സ്ത്രീയോടുള്ള ബഹുമാനമാണ്. ആരും അറിയപ്പെടാതെ പോകേണ്ടിയിരുന്ന ഒരു സ്ത്രീ അനുഭവിച്ച ത്യാഗത്തിന് പകരമായി ലോകത്തിലെ എല്ലാ വിശ്വാസികളായ പുരുഷന്മാരെയും കൊണ്ട് ഇങ്ങനെ ഓടിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ പടച്ചവനായ ദൈവത്തിന് നമ്മളോട് പറയാൻ ഒരു സന്ദേശമുണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്, ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്ത്രീയെ ബഹുമാനിക്കാൻ, സ്ത്രീയെ ആദരിക്കാൻ, സ്ത്രീയെ ഇഷ്ടപ്പെടാൻ ഒരു ദിവസമല്ല വേണ്ട. 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും 365 ദിവസവും സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമാണ് ഈ വുമൻസ് ഡേ എന്ന് പറയുന്നത്. വർഷത്തിൽ ഒരിക്കൽ ആഘോഷിക്കേണ്ടതല്ല. 24 മണിക്കൂറും 7 ദിവസവും 365 ദിവസവും അത് ആഘോഷിക്കപ്പെടേണ്ടതാണ്. സ്ത്രീയെ സ്നേഹിക്കുന്നതിനോടൊപ്പം പരിഗണിക്കുന്നതിനോടൊപ്പം ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. അതിൻ്റെ തെളിവാണ് 1400 വർഷങ്ങളായി പുരുഷന്മാർ നിലയില്ലാതെ ഓടുന്ന ആ ഓട്ടം സ്ത്രീകളോടുള്ള ബഹുമാനമാണ്, സ്നേഹമാണ്, ആദരവാണ്.